നമ്മളിന്ന് വെക്കാൻ പോകുന്നത് നല്ല വെടിയും പുകയും ചിക്കൻ കറിയാണ്. ഒരു ചിക്കൻ്റെ കാലൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പേര് എഴുതുന്നുണ്ട്. ആ ചിക്കൻ്റെ കാല് എനിക്ക് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകും ചിക്കൻ കറി വെച്ച് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാഗ്നേറ്റ് ചെയ്യാം. അതിന് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ നല്ല മിക്സാക്കി നല്ല സെറ്റപ്പാക്കി എടുക്കണം. എന്നിട്ട് ഇവനെ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കണം. ആദ്യമൊക്കെ കാര്യങ്ങളൊക്കെ നല്ല വെടിയും പുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് എല്ലാം പാളിപ്പോയത് എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. അല്ലാതെ ആദ്യം തന്നെ ഞാൻ അവസാനം ക്ലൈമാക്സ് പറഞ്ഞിട്ട് വീഡിയോ നിർത്തത്തില്ല. ഓക്കെ, അങ്ങനെ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അത് മഞ്ഞൾ കിണ്ടിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഒന്നും അടുക്കള കാണത്തില്ല. എന്തോ ചെയ്യാനാണെന്ന് പറ. ലാസ്റ്റ് ഇതിനെ ഉള്ള കൊട്ടി പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് സ്പൂണാണെന്ന് തോന്നുന്നു, അത് വീണിട്ടുണ്ട്, അതെടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ചിക്കൻ്റെ കാലാന്ന് പറഞ്ഞാൽ പിള്ളേർ അതുകൂടെ കടിച്ച് പറിക്കും. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സെറ്റപ്പായിട്ട് ഇളക്കിയെടുക്കാം. 3-4 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. 5 കിലോ ചിക്കനും ഒരു കാപ്പി ഇടാൻ പറ്റിയ പാത്രവും എന്തോ ചെയ്യാനാണെന്ന് പറയാം. അതിനകത്ത് പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ ഇളക്കി ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അതിനകത്ത് വെച്ച് ഇളക്കി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് പിള്ളേരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്തോടാ വേണ്ടത്, കപ്പ ബിരിയാണി വേണോ അതോ ബിരിയാണി വേണോ എന്ന്. അവന്മാർ നമ്മുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞാൽ അച്ചാച്ചി ബിരിയാണി ഉണ്ടാക്കും, സൂപ്പർ ബിരിയാണിയാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് പൊക്കി. പിന്നെ പൈസ നോക്കിയില്ല, ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു. പക്ഷേ ബിരിയാണി ലാസ്റ്റ് കുളവാണിയായെന്ന് പറഞ്ഞാൽ മതി. ഇത് കേക്കാണ്, കേക്ക് വൈഫിൻ്റെ പ്രിപ്പറേഷനാണ്, നല്ല സൂപ്പർ കേക്കാണ്. അത് കഴിഞ്ഞ് സമയം കൊണ്ട് നമുക്കിനി സവാള പൊളിക്കാം. സവാള കളിപ്പിക്കാൻ വേണ്ടിയുണ്ടല്ലോ നൈസായിട്ട് ഞാൻ കണ്ണാടി കൊണ്ടങ്ങ് വെച്ചു. അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഉപ്പാട് വരുന്നുണ്ടോ, ഇതുപോലെ കണ്ണാടി കൊണ്ടോ നിങ്ങൾക്കും വെക്കാം സവാള പൊളിക്കുമ്പോൾ. ഇതുപോലെ ടെക്നിക്കൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അതിനുശേഷം നമുക്കിനി ആ സവാള അത് മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ, വൈഫാണ് മസാല റെഡിയാക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് സവാള വറുത്തെടുക്കണം. നമ്മൾ വഴറ്റുമല്ല, വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വറുത്തെടുക്കുന്നത് നോക്കി വറുത്തെടുത്തില്ലെങ്കിൽ എന്നെപ്പോലെ ആകും, പണി കിട്ടും, കറിക്കുളമാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താ ചിക്കൻ കറി ആയിരുന്നു, വെടിയും പുകയും ചിക്കൻ കറി. അപ്പോൾ നമ്മൾ വൈഫ് മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ വറുത്തുണ്ടോ, ഇതിങ്ങനെ ഇട്ട് ഇളക്കി ഒരു ഗോൾഡിഷ് കളറാകും. അന്നേരം വേണം കോരി എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഗോൾഡിഷ് കളറാകാൻ വേണ്ടി ഇതിന് സമയത്ത് ഞാൻ തക്കാളി അരിയാൻ പോയി. ആ സമയത്ത് ഗോൾഡിഷ് കറുത്തിഷ് കളറായിപ്പോയി. അങ്ങനെയാണ് എൻ്റെ ചിക്കൻ കറി കുളമായത്. അതുകൊണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേന് കോരി എടുക്കണം, ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് എൻ്റെ ചിക്കൻ കറി എന്താ പറ്റി, കറുത്തുപോയി. എന്നെപ്പോലെ ചിക്കൻ കറി കറുത്തുപോയി. അതുകൊണ്ട് ഈ ഒരു പരുവം കഴിയുമ്പോഴേ കോരിയില്ലെങ്കിൽ നല്ല കുളമാകും കറി. അപ്പം ഏകദേശം ഇതായിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റി. പക്ഷേ എൻ്റെ ആദ്യത്തേതാണ് പണി കിട്ടിയത്, ഫസ്റ്റത്തേതാണ് പണി കിട്ടിയത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണ്ടോ, കാറത്ത് കരുവാളിച്ചിരിക്കുന്നതുണ്ടോ, ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ചിക്കൻ കറിക്ക് ഒരു കയ്പുണ്ടായിരുന്നു. അതിന് നൈസ് പണി ലാസ്റ്റ് ഞാൻ ചെയ്തു. അതെന്തോന്ന് ഞാൻ വീഡിയോ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തോ മരുന്ന് അതിന് ലാസ്റ്റ് ചെയ്തതെന്ന്, ആ കയ്പ് മാറാൻ വേണ്ടി. ഏകദേശം നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ കവർ എണ്ണ തീർന്നു കൈസ്, ഒറ്റ കവർ എണ്ണ. 1 കിലോ എണ്ണയ്ക്ക് ഇപ്പോൾ എണ്ണ വിലയാണ് 350 രൂപ. അതിന് ചങ്ക് പൊട്ടി ഈ എണ്ണ എടുത്താൽ അത്ര ഒഴിച്ചപ്പോഴത്തേക്ക്. കേര ന്യൂട്രി ടിപ്പ്, ഇത് ബാൻ ചെയ്ത എണ്ണയാണ്, ദൈവത്തിന് അറിയാം. പിറ്റേ ദിവസം കുറേ എണ്ണയുടെ ലിസ്റ്റ് കിടക്കുന്നുണ്ട് ബാൻ ചെയ്താന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചിക്കൻ വറക്കാനായിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ ചിക്കൻ വറക്കാനുണ്ട് കേട്ടോ. ഉള്ള സ്ഥലത്തിൽ കിടക്കത്തില്ല കുട്ടി പിശാശൊക്കെ. നീ കിടക്കാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. പിന്നെ ഒരു വിധത്തിൽ തള്ളിയൊക്കെ മറിച്ചിട്ട് ഉള്ളതിനെ അങ്ങ് വറുത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അതിനെ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തിരിച്ചൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് വറുത്തെടുക്കാം. അല്ലെങ്കിൽ അതുകൂടെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വന്ന ആൾക്കാർ തന്നെ മോന്തയ്ക്ക് എടുത്ത് എറിഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോവും. അതുകൂടെ റെഡിയാക്കി സെറ്റപ്പാക്കി എടുക്കണം. ചിക്കൻ കരിഞ്ഞു പോയില്ല കേട്ടോ, അതാണ് ദൈവം അനുഗ്രഹിച്ച്. അങ്ങനെ എനിക്കൊന്ന് കരിഞ്ഞു പോയപ്പോഴേ പടം പഠിച്ച് ഞാൻ അതിൻ്റെ പുറകെ മാത്രമായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ചെയ്യാൻ പോകരുതെന്ന്. പക്ഷേ പെണ്ണുങ്ങൾ ചെയ്യും കേട്ടോ. അവർ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 100 കാര്യം ചെയ്യും, എന്നാലും അവർക്ക് ഒരു കുഴപ്പം പറ്റത്തില്ല. ആണുങ്ങൾ ഇത് കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കുളമാകും. അങ്ങനെ ചിക്കൻ നമ്മൾ ഏകദേശം ഒരു സെറ്റ് നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ മസാലക്കൂട്ടായ മസാലയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചിടാം. പിന്നെ നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാം. ചതച്ചെന്ന് പറഞ്ഞിട്ട് പകുതിയും ചതഞ്ഞില്ല കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നോക്കി അതുപോലെ കിടക്കുന്നു കണ്ടോ. ഇത് കാണുമ്പോൾ പെറ്റ തള്ള സഹിക്കത്തില്ല. ആ മസാല കറുത്ത് കരുവാളിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ. പിന്നെ ഒരു വിധത്തിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അടുത്ത് നമുക്കിനി കറിക്കുള്ള മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എടുക്കാം. മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലെ എരിവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എല്ലാവരും വാരിക്കോരി ഇടുക. പിന്നെ മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ മാക്സിമം വീട്ടിൽ തന്നെ പൊടിക്കാൻ ശ്രമിക്കണം. ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് വളരെ മൊത്തം അഴുക്കാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം പൊടിച്ച് ഉപയോഗിച്ചാലേ അതിൻ്റെ ഗുണം മനസ്സിലാകത്തുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക്, കറക്റ്റ് അതിൻ്റെ മാറ്റം നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ വൈഫാണ് അതെടുത്ത് തരുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് തന്നാൽ ഒന്നും കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അതുകൊണ്ട് മുളകും മല്ലി മഞ്ഞളെല്ലാം വൈഫ് എടുത്ത് തരും. പിന്നെ ബാക്കി കാര്യങ്ങളല്ല, കറി നമ്മളെല്ലാം ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബിരിയാണി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ബിരിയാണി അരി വെക്കുന്നത് എപ്പോൾ ഞാൻ വെച്ചാലെന്ന് പറഞ്ഞാലും ഒന്നെങ്കിൽ വെള്ളം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കുറവായിരിക്കും. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷേ എന്നാലും അത് കുളമാവും. അങ്ങനെയല്ല, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നെയ്യും കാര്യങ്ങളെല്ലാം മേടിച്ച് ഒഴിച്ച് സെറ്റാക്കി. മറ്റേ ദം ബിരിയാണി വെക്കാനാണ്. ഇത് ദം ബിരിയാണി ആകുമോ അത് ഗം ബിരിയാണി ആകുമോ എന്ന് കണ്ടു വേണം അറിയാൻ. ലാസ്റ്റ് ഗമ്മ് പോലെ ഇരുന്നത് ഗം ബിരിയാണി ആയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മസാലയും കണവണ സാധനങ്ങളും ഇലയും പച്ചല കേട്ടോ. പച്ചലയെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിന ഇലയും മല്ലി ഇലയും കേട്ടോ, അല്ല വേറെ ഇലയൊന്നും അല്ല, ചെറുതണമൊന്നും അല്ല കേട്ടോ.
അപ്പോൾ അതെല്ലാം വാരി അതിനെ മണ്ടയ്ക്കോട് ഇടുക. ഓരോരോ ലെയർ വെച്ചിടുക. ലെയർ വെച്ചിട്ടിട്ട് അതിനെ മണ്ടയ്ക്ക് നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ദമ്മൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അത് ചില ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്, നല്ല രീതിയിൽ തോക്കും. ചില ദിവസം അടുത്ത് ടേറ് ചുരുക്കാൻ തോന്നും. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേരുടെ കേക്ക് മുറിക്കൽ സെറമണിയാണ് നടക്കാൻ പോകുന്നത്. കേക്ക് വൈഫ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇമാർക്ക് 13 വയസ്സായി. ജൂൺ 5-നാണ് ബർത്ത്ഡേ. ഇന്ന് ജൂൺ 5-ആണ്. പക്ഷേ വീഡിയോ ഇടുന്ന ജൂൺ 9-ന് 10-നാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ടിങ്സാണ്. ഒരാൾ എന്നെ പോലെയും ഒരാൾ വൈഫിനെ പോലെയാണ് ഇരിക്കുന്നത്. കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ശകലം പീസ് അപ്പന് കൊടുക്കണ്ടേ, അപ്പം വെള്ളം ഇറക്കി നിൽക്കുകയെന്നുള്ളത് ഷവർണ്ണ എനിക്കും തന്നിട്ടുണ്ട് ഏതായാലും കേട്ടോ. ഞാനും തിരിച്ച് കൊടുത്തു. അതല്ലേ അതിൻ്റെ ഒരു ചടങ്ങ്. ഏതായാലും അതും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ അമ്മയ്ക്കും കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര നാണമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ. എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു നാണം മാറ്റെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അവൾ. അവൾക്ക് ഭയങ്കര നാണമാണ്, ചമ്മല, എന്തിനാണെന്തോ. അത് കഴിഞ്ഞ് കുറച്ച് പിള്ളേർക്ക് ആദ്യം ബിരിയാണി തിന്നാൻ കൊടുത്തു കേട്ടോ. വലിയൊരു വല്ലതും എടുത്ത് തന്നെ മുഖത്തെറിഞ്ഞു. പിള്ളേർ തിന്നിട്ട് പറയാം സൂപ്പറാണ് കേട്ടോ. എന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അതിൻ്റെ കയ്പ്പ് മാറ്റാനായിട്ടാണെന്ന് അറിയാം, ശകലം പഞ്ചസാര വാരിയിട്ട് ഗെയ്സ്, പഞ്ചസാര എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാനും ചെയ്യും.